മാറാനുള്ള ഒരു താല്പര്യം കാണിക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാറിയാലേ ഇനി അങ്ങോട്ട് നിലനിൽക്കാൻ പറ്റൂ കോൺഗ്രസിന്. അല്ലാതെ ഇതേപോലെ പോയിട്ടുണ്ടെങ്കിൽ ഛിന്ന ഭിന്നമായി തകർന്ന് താഴെ വീഴുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. മഹാരാഷ്ട്ര ഏറ്റവും ഒടുവിൽ കണ്ട പാഠം അതാണ്. അപ്പോൾ രാജ്യത്ത് കോൺഗ്രസിന് നിലയുറപ്പിക്കണമെന്നുണ്ടെങ്കിൽ, ശക്തമായി തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ മാറ്റം വേണം. അത് സംഘടനാ സംവിധാനത്തിലാണ്. അതിൽ മാറ്റം എന്നതിനേക്കാൾ അഴിച്ചുപണിയാണ് അത്യാവശ്യമായി വേണ്ടത്. അത് ഇപ്പോൾ മുൻഗണനാക്രമം നിശ്ചയിച്ചിരിക്കുന്നത് ഡൽഹി, ബീഹാർ, കേരളം, ബംഗാൾ, തമിഴ്നാട്, ത്രിപുര, ഈ ഇത്രയും സ്റ്റേറ്റ്സിനാണ് ആദ്യ ഘട്ടത്തിൽ അഴിച്ചുപണിക്ക് പ്രാമുഖ്യം നൽകുക. ആ രീതിയിലാണ് സംഘടനാ സംവിധാനം അഴിച്ചുപണിയാനായിട്ടുള്ള ആലോചന നടക്കുന്നത്. അപ്പോൾ 2025 ഒരു പുനഃസംഘടനാ വർഷമായിരിക്കും. പ്രത്യേകിച്ചും വലിയ തെരഞ്ഞെടുപ്പുകൾ അധികമില്ലാത്ത ഒരു വർഷം കൂടിയാണ്. അപ്പോൾ പുനഃസംഘടനയിലൂടെ കുറച്ചുകൂടി ശക്തിപ്പെട്ടതിന് ശേഷം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലേക്ക് എത്തുക. ഇതിൽ നേരത്തെ റെഫർ ചെയ്ത ഉദയ്പൂർ ചിന്തൻ ശിബിർ, ആ ഉദയ്പൂർ ചിന്തൻ ശിബിറിൽ കഴിഞ്ഞ 2022 മെയ് മാസത്തിൽ അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ കൃത്യമായി സെഷനുകൾ തിരിച്ച് ഈ ഇപ്പോൾ ബെൽഗാവിൽ നടന്ന യോഗത്തേക്കാൾ വളരെ കൃത്യമായിട്ടുള്ള ആലോചനകൾ നടന്നിട്ടുണ്ട്. ആ ആലോചനകൾ പ്രാവർത്തികമാക്കാൻ പക്ഷേ 2 വർഷമായിട്ടും പൂർണ്ണാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്ന് രാജസ്ഥാനിലെ പരിപാടിക്ക് ത്രിദിന നവസങ്കല്പ് എന്നായിരുന്നു പേരിട്ടിരുന്നത്. നവസങ്കല്പ് ചിന്തൻ ശിബിറായിരുന്നു. അപ്പോൾ പുതിയതായ കുറേ ആശയങ്ങൾ വന്നു. ആ ആശയങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പ്രസൻറ്റ് ചെയ്യുന്നു. അതിന്മേലുള്ള ചർച്ചകൾ നടക്കുന്നു. അതിൽ പ്രധാനമായും അവർ എടുത്തു പറഞ്ഞത് ഈ മൃദുഹിന്ദുത്വമാണ്. മൃദുഹിന്ദുത്വം അടക്കമുള്ള വിഷയങ്ങളിൽ കമൽനാഥ് ആയാലും എല്ലാവർക്കും അവരവരുടേതായ, ഛത്തീസ്ഗഡ് ആയാലും മധ്യപ്രദേശ് ആയാലും ഒക്കെ എങ്ങനെയാണ് അവിടെ നഷ്ടമുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നത് പാർട്ടി അന്ന് 2022 തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ BJPയുടെ ഒരു മുന്നേറ്റത്തിൽ തങ്ങളുടെ സംഘടനാ സംവിധാനവും തകർന്നു എന്നുള്ളത് 2022 കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട് എന്നതാണ് ആ ചിന്തൻ ശിബിറിൻ്റെ ഒരു ഔട്ട്കമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അങ്ങനെ തകർന്നു കിടക്കുന്ന, അതായത് സാമ്പത്തികമായും സംഘടനാപരമായും തകർന്നു കിടക്കുന്ന ഒരു സംവിധാനത്തെ തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ വിളക്കി ചേർക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനായിട്ടാണ് പിന്നീട് ഭാരത് ജോഡോ യാത്ര 2 ഘട്ടമായി രാഹുൽ ഗാന്ധി നടത്തുന്നത്. പക്ഷേ അതിനൊന്നും ഒരു തുടർച്ച ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ മറ്റാരും രാഹുൽ ഗാന്ധി എടുത്തതുപോലെയുള്ളൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതായി നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത് അടുത്തതൊരു പുനഃസംഘടനാ വർഷമാണ്, ഇപ്പോഴില്ലെങ്കിൽ ഇനിയില്ല എന്നത് തിരിച്ചറിയുന്നതാണ് KCയുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ സാമ്പത്തിക നയം, അതുപോലെ തന്നെ സാമൂഹികമായി എങ്ങനെയാണ് ഒരു നല്ല സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ കൂടുതൽ സംഘടനയെ സമൂഹത്തിൽ പടർത്താൻ കഴിയുക, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവർ നടത്തിയ ആലോചനയിൽ ഉണ്ടാക്കിയ കുറച്ച് തീരുമാനങ്ങളുണ്ട്. അതിലൊന്ന് ഒരാൾക്ക് ഒരു പദവിയാണ്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അതെങ്ങനെ നടപ്പാക്കാൻ കഴിയും എന്നതൊരു വിഷയമായി നിൽക്കുകയാണ്. MP-യും KPCC പ്രസിഡന്റും ഒരാളായിരിക്കുന്നതാണ് K. സുധാകരൻ്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. MLA-യും അതുപോലെ തന്നെ UDF കൺവീനറുമായ VD സതീശന് അതിലേതെങ്കിലും ഒരു ഒഴിയാൻ കഴിയില്ല. തിരിച്ച് MM ഹസനിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അങ്ങനെ പല പല കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു പദവി, പാർട്ടി പദവിയിൽ പരമാവധി 5 വർഷം, അത് കഴിഞ്ഞ് 3 വർഷത്തെ കൂൾ ടൈം, അതായത് 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂൾ ടൈമിലേക്ക് പോകണം. അതിനുശേഷം മാത്രം അടുത്ത ഊഴം. എല്ലാ സംഘടനാ തലങ്ങളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ഇതര വിഭാഗങ്ങൾ, ന്യൂനപക്ഷം എന്നിവർക്ക് 50% പ്രാതിനിധ്യം. അതെങ്ങനെയാണ് ഉറപ്പാക്കാൻ പോകുന്നത് എന്ന് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ചർച്ചകളിലേക്ക്, ഫോളോ അപ്പിലേക്ക് കാര്യമായി കടക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാകാം ഈ ബെൽഗാം സമ്മേളനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 50 വയസ്സിൽ താഴെയുള്ളവർക്ക്, അതായത് യുവനിരയെ ശക്തിപ്പെടുത്തുക. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോലും 50+ ആണ്, 52 54 വയസ്സായിട്ടുണ്ടവർക്ക്. 50 വയസ്സിൽ താഴെയുള്ള യുവനിരയെ ശക്തിപ്പെടുത്തുകയാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ തിരിച്ചെത്തുന്നതിന് കോൺഗ്രസിന് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന അവരുടെ മുന്നിലുള്ളൊരു വയബിൾ ഓപ്ഷൻ അതാണ്. അതായത് 60 വയസ്സായ നേതൃനിര, KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, K. മുരളീധരൻ തുടങ്ങി അവരെല്ലാവരും അങ്ങനെ ഒരു 50+ ആയിട്ടുള്ള നല്ലൊരു കാൻഡിഡേറ്റ് ലിസ്റ്റ് ഓൾറെഡി കോൺഗ്രസിന് ശക്തമായി തന്നെയുണ്ട്. എന്നാൽ ബിലോ 50 ഉള്ള ആളുകളെ, നേതാക്കളെ, അവരെ കൂടുതൽ കൃത്യമായി മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കാര്യമായ ആലോചനകൾ നടക്കുന്നുണ്ടോ എന്നതും ആലോചിക്കേണ്ടതാണ്. കാരണം 2ാം നിര ശക്തമായാൽ മാത്രമേ 1ാം നിരയ്ക്ക് ഒരു ഇളക്കം തട്ടിയാൽ പോലും അവിടേക്ക് പെട്ടെന്ന് ഇവരെ ലിഫ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആ രീതിയിലുള്ളൊരു പുനഃസംഘടനയാണ് ഇപ്പോൾ ഡൽഹി ആയാലും ബീഹാർ ആയാലും കേരളമായാലും ഒക്കെ കോൺഗ്രസിന് വേണ്ടത്. ഈവൻ ത്രിപുരയിൽ പോലും അതാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ അതിലേക്ക് കൂടുതൽ കൂടിയാലോചനകളിലേക്ക് കടക്കാൻ ഈ ചിന്തൻ ശിബിറിന് ശേഷം 2 വർഷം കൊണ്ട് സാധിച്ചിട്ടില്ല എന്നതാണ്. അതോടൊപ്പം തന്നെ പബ്ലിക് ഇൻസൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതാണ് കോൺഗ്രസ് ആവിഷ്കരിക്കാൻ പോകുന്ന പുതിയ പദ്ധതി എന്ന് പറയുന്നത്. അതായത് പൊതുജനങ്ങളുടെ താല്പര്യം എന്താണ്, പൊതു താല്പര്യം എന്താണ്, ഏതൊക്കെ വിഷയങ്ങളിലാണ് കോൺഗ്രസിൻ്റെതായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെതായ തങ്ങൾക്ക് വേണ്ടി നിലനിൽക്കേണ്ട വിഷയങ്ങൾ, അതായത് പാർട്ടി എടുക്കുന്ന വിഷയമാണോ അവർക്ക് പ്രധാനം എന്നുള്ളത് നമ്മൾ പാർലമെൻറ്റിൽ അടുത്തിടെ കണ്ടതാണ്. സംഭൽ സംസാരിക്കേണ്ട ഇടത്ത് സംഭൽ സംസാരിക്കാതെ ഇരുന്നത് മുന്നണിക്കുള്ളിൽ തന്നെ ഉണ്ടാക്കിയ പ്രശ്നം. അപ്പോൾ പൊതുജന താല്പര്യം, പൊതുഹിതം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതിനായിട്ടുള്ള ഒരു പബ്ലിക് ഇൻസൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ
കമ്മ്യൂണിക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അവർ പോകുന്നു. പാർട്ടിയെ പുതുക്കി പണിയുന്നതിനായി ദേശീയ തലത്തിൽ ഒരു പരിശീലന വിഭാഗമടക്കം പദ്ധതിയിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നടപ്പാക്കലിലേക്ക് കടക്കുന്നതായിരിക്കും ഈ പുനഃസംഘടന എന്ന് പറയുന്നത്. കേവലം വ്യക്തികളെ മാറ്റുന്നത് മാത്രമല്ല, സംഘടനാ തലത്തിൽ സംഘടന എങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത് അതിൻ്റെ മുഴുവൻ സംവിധാനങ്ങളിലുള്ള ഒരു പുതുക്കിപ്പണി കൂടി കോൺഗ്രസ് നടത്തുകയാണെങ്കിൽ നല്ലതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ മുതിർന്ന നേതാക്കളുടെ ഒരു വേദി രൂപീകരിക്കുക എന്നത് മാത്രമല്ല, ആ മുതിർന്ന നേതാക്കളെയൊക്കെ കേരളത്തിലായാലും ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ പറയുന്നത് കേൾക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും കേൾക്കുന്നുണ്ടോ? ആ ചോദ്യങ്ങളൊക്കെ ഇവിടെ ഉയരുമ്പോൾ പൊതുവായി അങ്ങനെയുള്ള പരാതികളെല്ലാം മാറ്റാൻ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു ഫോറം, ആ ഫോറവുമായിട്ടുള്ളൊരു കൂടിയാലോചനകൾ വൺസ് ഇൻ എ വൈൽ നടത്തുക, അങ്ങനെ അവരെയും കൂടി അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാക്കി മാറ്റുക, അതൊക്കെ ആലോചനയിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം പോയി കഴിഞ്ഞാൽ മാത്രമാണ് കൃത്യമായ ഒരു മാറ്റം ഉണ്ടാകുക. പക്ഷേ അപ്പോഴും G23 കുറിച്ച് ഡോക്ടർ അരുൺ സൂചിപ്പിച്ചല്ലോ. G23 എന്തുകൊണ്ടാണ് രൂപീകരിക്കപ്പെട്ടത്? നേതൃമാറ്റം അല്ലെങ്കിൽ നേതൃത്വം എന്ന് പറയുന്നത് കേന്ദ്രീകരിക്കപ്പെടുന്നത് എവിടെയാണ്? ആ ഒരു ലാർജർ ക്വസ്റ്റ്യൻ ഇപ്പോഴും നിൽക്കുകയാണ്. നെഹ്റു കുടുംബം എന്നതിന് പുറത്തേക്ക് ആ ഒരു നേതൃത്വം എന്ന് പറയുന്നത് മാറുന്നില്ല. പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി തന്നെയാണ് വരുന്നത്. അദ്ദേഹം അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ എനിക്കൊരു തർക്കവുമില്ല. പക്ഷേ അങ്ങനെ ഒരു നേതൃമാറ്റം പൂർണ്ണമായും നെഹ്റു കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് ഒരു നേതൃത്വം എന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ഇനിയും പാർട്ടി പോകാനുള്ള സാധ്യത ഞാൻ എന്തായാലും കാണുന്നില്ല. തിരുത്തൽവാദികളുടെ ആശയ സമരം G23 എന്ന് പറയുന്ന സംവിധാനം ഒരു ആശയ സമരം നടത്തി. ആ ആശയ സമരം പകുതിയെങ്കിലും ഗുണം ചെയ്തു എന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാകില്ല. പക്ഷേ ഇപ്പോഴും ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് കോൺഗ്രസ് നിൽക്കുമ്പോൾ കോൺഗ്രസ് ഒരു അക്സെപ്റ്റബിൾ ലീഡറായി നിൽക്കുന്നില്ല, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു അക്സെപ്റ്റബിൾ ലീഡറായി നിൽക്കുന്നില്ല. ഈ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഇന്ത്യ ബ്ലോക്കിൻ്റെ മൊത്തത്തിൽ എന്നുള്ള ഒരു പ്രശ്നം അവർ നേരിടുന്നുണ്ട്. അത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആം ആദ്മി പാർട്ടി ഉടക്കി നിൽക്കുന്ന ഡൽഹിയിൽ നമ്മൾ കാണുകയാണ്. അവിടെ അത് ആ പ്രശ്നം പാച്ചപ്പ് ചെയ്യാൻ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ മുന്നണിക്കുള്ളിൽ ചെയ്യേണ്ട ചില വിട്ടുവീഴ്ചകളും ചില മര്യാദകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എത്രത്തോളം ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നതും ഒരു പ്രശ്നമാണ്. അപ്പോൾ അതും കൂടി പരിഹരിക്കപ്പെടേണ്ടതാണ്. എന്തായാലും മാറ്റത്തിന് ഒരുങ്ങി എന്നുള്ളതിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കോൺഗ്രസിന് മാറിയാൽ തിരിച്ചു വരാനുള്ള ഒരു സ്പേസ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നത് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. Meet the editors.